LDF സ്ഥാനാർത്ഥി പി രാജീവാണ് ജി മലയാളം ന്യൂസിനൊപ്പം ചേരുന്നത്. പ്രചാരണ മണിക്കൂറുകൾ മാത്രമാണുള്ളത്. എത്രത്തോളമാണ് ഒരു പ്രതീക്ഷ? നല്ല ആത്മവിശ്വാസമാണുള്ളത്. കഴിഞ്ഞ തവണത്തേക്കാളും കൂടുതൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പിന്തുണ ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. കാരണം മണ്ഡലത്തിലെ സമഗ്രമായ വികസനം എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിച്ചത്. ഏതെങ്കിലും ഒന്നോ രണ്ടോ പാലങ്ങൾ, റോഡുകൾ എന്നതിനപ്പുറത്ത് മണ്ഡലത്തിന് തന്നെ സമഗ്രമായ ഒരു വികസനം, അത് ജനിച്ചു വീഴുന്ന കുഞ്ഞു മുതൽ പ്രായമായി ഓർമ്മ മറയുന്നവർ വരെ ഉള്ളവർക്കൊപ്പം ആ പദ്ധതി എല്ലാ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ജനപ്രതിനിധി എന്ന നിലയിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതവും ജാതിമത ചിന്തകൾക്ക് അതീതവുമായിട്ടാണ് പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. പിന്നെ കേരളത്തിലെ ഗവൺമെൻറ് തുടരണം എന്നുള്ള പൊതുചിന്ത സമൂഹത്തിൽ ശക്തമാണ്. അപ്പോൾ ഈ എല്ലാ ഘടകങ്ങളും വയ്ക്കുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കുറേ കൂടി പിന്തുണ ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. ഈ വ്യവസായ രംഗത്തൊക്കെ ഉണ്ടായ വലിയ മുന്നേറ്റങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ LDFന് അനുകൂലമായൊരു തരംഗമായി. അതെ, സാധാരണഗതിയിൽ LDFനോട് അത്ര മമത പ്രകടിപ്പിക്കാത്ത ഒരു വിഭാഗങ്ങളുണ്ട്. അപ്പോൾ അവർക്കിടെ എല്ലാം അനുഭവത്തിൽ പ്രത്യേകിച്ചും സംരംഭകത്വം, വ്യവസായ മേഖല, ഇതിനിടയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം കഴിഞ്ഞ 10 വർഷത്തെ ഭരണ തുടർച്ചയുടെ ഭാഗമായി കേരളം ഇന്ത്യയിലെ തന്നെ ഒരു വ്യവസായ സൗഹൃദത്തിൽ ഒന്നാമതായി മാറിയത്, ലോകോത്തര കമ്പനികൾ കേരളത്തിലേക്ക് വരുന്നത്, നിക്ഷേപം വർദ്ധിക്കുന്നത്, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത്, അതെല്ലാം നേരത്തെ ഇടതുപക്ഷത്തോട് അത്ര മമതയില്ലാത്ത വിഭാഗങ്ങളിൽ പോലും കേരളത്തിലാകെ ഈ ഗവൺമെൻറ് തുടരണം എന്ന നിലപാടിലേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ ഗവൺമെൻറ്റിന് ബദലായി പറയുന്ന മുന്നണികൾ അവരുടെ നേരത്തെയുള്ള അനുഭവങ്ങളും ഇപ്പോഴത്തെ പ്രശ്നങ്ങളും. ഇപ്പോൾ വയനാട് ഏറ്റവും ഗൗരവമായ പ്രശ്നമാണ്. വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ പേരിൽ പണം പിരിക്കുക, ആ പണം പിരിക്കാൻ സുതാര്യമാണെന്ന് പറഞ്ഞൊരു ആപ്പ് കൊണ്ടുവരിക, അവസാനം പണം പിരിച്ചു കഴിയുമ്പോൾ ആപ്പിനെ തന്നെ ഇല്ലാതാക്കി കളയുക, എത്ര പണം എന്ന് വ്യക്തതയില്ലാതിരിക്കുക. പ്രതിപക്ഷ നേതാവ് പറയുന്നു നിർമ്മാണം തുടങ്ങാൻ പോവുകയാണ്, KPCC പ്രസിഡന്റ് പണമില്ല. അങ്ങനെ മരിച്ചവരുടെ പേരിൽ, ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ പേരിൽ പണം പിടിച്ച് തട്ടിപ്പ് നടത്തുന്ന ഒരു സംവിധാനം രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിക്കുന്നത് ഒരുപക്ഷെ കേരളത്തിൽ മാത്രമായിരിക്കും. ഇവരെങ്ങാനും ഭരണത്തിൽ വന്നാൽ നമ്മുടെ നാടിൻ്റെ ഗതി എന്തായിരിക്കുമെന്ന ചിന്ത സമൂഹത്തിൽ ശക്തമാണ്. ഇപ്പോൾ ഇടതുപക്ഷത്തോടൊപ്പമായിരിക്കും കേരളം എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.